ാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ശരി, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ആരോപണങ്ങൾ തള്ളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയില്ല, മറ്റൊരാളുടെ സ്വകാര്യ ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ലെന്നും ഹാരിസ് പറയുന്നു. ശ്രീനന്ദ ചേരുന്നു. ശ്രീനന്ദ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ ഭാഗത്ത് ശസ്ത്രക്രിയ മുടങ്ങിയതിൽ യാതൊരുവിധ തെറ്റും സംഭവിച്ചിട്ടില്ല. താൻ ചട്ടലംഘനം നടത്തി എന്ന് പറയുന്നത് ശരിയാണ്. കാരണം സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു കുറിപ്പിടാൻ പാടില്ലായിരുന്നു. അത് തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. എന്നാൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തന്റെ യാതൊരുവിധ വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർ ഹാരിസ്. കാരണം പ്രോബ് എന്ന് പറയുന്ന ഒരു ഉപകരണം അവിടെ ഇല്ലായിരുന്നു. കാരണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അവിടെ വാങ്ങി വെച്ചിരിക്കുന്ന ഉപകരണം പ്രോബ് ഉണ്ടായിട്ടും അവിടെ ശസ്ത്രക്രിയ മുടങ്ങി എന്നാണ് ഈ വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ പ്രോബ് എന്ന് പറയുന്ന ഉപകരണം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഉപകരണം അതേ വകുപ്പിലെ തന്നെ മറ്റൊരു ഡോക്ടറായ അദ്ദേഹം സ്വന്തം പണം നൽകി വാങ്ങി വെച്ച ഒരു ഉപകരണമാണ്. ആ ഒരു ഉപകരണത്തിൽ ശസ്ത്രക്രിയ നടത്താൻ തനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിലെ പണം മുടക്കി വാങ്ങി വെച്ചൊരു ഉപകരണമല്ല. ഒരു ഡോക്ടർ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി എടുത്തു വെച്ചൊരു ഉപകരണം കൊണ്ട് ശസ്ത്രക്രിയ നടത്തുന്നതിൽ എന്താണ് ഔചിത്യമുള്ളത് എന്നൊരു കാര്യമാണ് ഡോക്ടർ ഹാരിസ് ചോദിക്കുന്നത്. അവിടെ ഉപകരണം ഉണ്ടായിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും ആ ശസ്ത്രക്രിയ മുടക്കത്തില്ലായിരുന്നു. ആ ഒരു ശസ്ത്രക്രിയ കറക്റ്റ് അതിൻ്റെതായ സമയത്ത് തന്നെ നടന്നു പോയേനെ എന്നൊരു കാര്യം കൂടി ഡോക്ടർ ഹാരിസ് പറയുന്നുണ്ട്. മറ്റൊരാൾ പണം നൽകി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉപകരണത്തിൽ എങ്ങനെയാണ് മെഡിക്കൽ കോളേജിലെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ സാധിക്കുക എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചോദിക്കുന്നത്. സർക്കാരും മറ്റുദ്യോഗസ്ഥരും ഡോക്ടർ ഹാരിസിനെ കൊടുക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് വീണ്ടും ഡോക്ടർ ഹാരിസിനെ മുറുകിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. രോഹിണി, ശരി, ശ്രീനന്ദയാണ് വിവരങ്ങൾ നൽകിയത്. രാമായണ മാസത്തിൽ കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങളിൽ ദർശനം നടത്തി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ.